വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. നവകേരള സദസ്സിനിടെ ഉണ്ടായ രക്ഷാപ്രവർത്തനത്തിൽ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുകയാണ് SP ഷൗക്കത്ത് അലി. എല്ലാ തെളിവുകളും മുന്നിലുണ്ടായിരുന്നതുകൊണ്ട് കാര്യമായ അന്വേഷണം ആവശ്യമില്ലായിരുന്നു. തെളിവുകൾ ക്രോഡീകരിക്കേണ്ട ജോലി മാത്രമായിരുന്നു ഷൗക്കത്ത് അലിക്ക് ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞു. കേസിൽ പ്രതിയായ 2 പേരുടെ അല്ല, മറിച്ച് ലാത്തിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മേൽ ചാടി വീണ 4 പേർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഈ 4 പേരെയും ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യും. മനുഷ്യത്വം മറന്ന് നരനായിട്ട് നടത്തിയ അംഗരക്ഷകർക്ക് ഇനിയുള്ള കാലം വീട്ടിലിരിക്കാമെന്ന് ഉറപ്പായി. പിണറായി വിജയന്റെ അംഗരക്ഷകരായി തെരഞ്ഞെടുപ്പിന് ശേഷവും തുടരുകയായിരുന്നു അനിൽകുമാറും സന്ദീപും. എന്നാൽ DGP ഇടപെട്ട് ഇവരെ തിരികെ സേനയിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. ഇതിനുശേഷമാണ് റിപ്പോർട്ട് തയ്യാറായത്. ഗവൺമെന്റ്മാരുടെ മർദ്ദനം ചട്ടവിരുദ്ധമാണെന്ന് SIT റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. അതായത് മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുക എന്നത് മാത്രമാണ് അവരുടെ ജോലി. അല്ലാതെ വഴിയിൽ കാണുന്നവരെ തല്ലിച്ചതയ്ക്കാൻ ആരും തന്നെ ഇവർക്ക് അനുവാദം നൽകിയിട്ടില്ലെന്ന് ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗവൺമെന്റ്മാർക്കെതിരെ നടപടി വേണമെന്ന മുൻ ആലപ്പുഴ SP-യുടെ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പ് പൂഴ്ത്തിയിരുന്നു. യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച ഗവൺമെന്റ്മാരുടെ നടപടി പോലീസിന് അവമതിപ്പുണ്ടാക്കുന്നതായിരുന്നുവെന്ന് SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ടുണ്ടായിട്ടും ഗവൺമെന്റ്മാരായ അനിലിനെയും സന്ദീപിനെയും സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. റിപ്പോർട്ട് നൽകിയ ശേഷം ചൈത്ര തെരേസയെ ആലപ്പുഴയിൽ നിന്നും മാറ്റിയത് തന്നെ അതിന് തെളിവാണ്. പോലീസ് പരിശോധിച്ച ദൃശ്യങ്ങളിൽ പോലീസിന്റെ തെറ്റായ നടപടികൾ വ്യക്തമെന്ന് SIT അറിയിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങളുടെ ആധികാരികതയിൽ സംശയമില്ലെന്നും SIT വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ SP ചൈത്ര തെരേസയുടെ റിപ്പോർട്ടും SIT പരിശോധിച്ചു. ഇതിനപ്പുറം തെളിവുകൾ ആവശ്യമില്ലെന്ന നിലപാടിലാണ് SIT എത്തി നിൽക്കുന്നത്. 4 പോലീസുകാർ ചട്ടം ലംഘിച്ചിട്ടുണ്ട്. പ്രതിഷേധക്കാരെ ലോക്കൽ പോലീസ് നിയന്ത്രിച്ചിരുന്നു. മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ മർദ്ദിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. മർദ്ദിക്കാൻ ഉപയോഗിച്ച ലാത്തിക്ക് സമാനമായ വടിയും ചട്ടവിരുദ്ധമാണ്. ഗവൺമെന്റ്മാരുടെ ചുമതലയിൽപ്പെടാത്ത കാര്യങ്ങളാണ് അവർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുതിയ സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ഈ കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കാൻ തീരുമാനിച്ചിരുന്നു. ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ച മുഖ്യമന്ത്രി VD സതീശൻ പഴയ സംഭവങ്ങളൊന്നും മറക്കില്ലെന്ന് വ്യക്തമായി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോൾ പിണറായി വിജയന്റെ രക്ഷാപ്രവർത്തകർക്ക് ബോധ്യമായിരിക്കുകയാണ്. SP ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ടിൽ നടപടിയാകുന്നതോടെ പിണറായി വിജയന്റെ സംരക്ഷണയിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന ഇവർക്ക് ശേഷിച്ച കാലം വീട്ടിലിരിക്കാമെന്ന് ഉറപ്പായിരിക്കുകയാണ്.